Hello, back to Learnino. So, നമ്മുടെ KEAM 2024 ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് വന്നതിന് ശേഷമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇന്ന് പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ CET ട്രിവാൻഡ്രം, അതായത് ഏറ്റവും ടോപ്പ് റാങ്കിങ്ങിലുള്ള സ്റ്റുഡൻസ് ഏറ്റവും അധികം പ്രിഫർ ചെയ്യുന്ന കോളേജാണ് CET ട്രിവാൻഡ്രം. സോ അവിടുത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അവിടെയുള്ള ഓരോ ബ്രാഞ്ചുകളിലും ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ ഏത് റാങ്ക് വരെയാണ് ഇപ്പം കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും കുട്ടികൾക്ക് കമ്പ്യൂട്ടർ സയൻസിനോട് തന്നെയാണ് പ്രിയം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 342 വരെ റാങ്ക് വന്നവർക്കാണ് ഇപ്പൊ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് CET കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് നിൽക്കുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അടുത്തടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. 595 റാങ്ക് വരെയാണ് വന്നിരിക്കുന്നത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ് അടുത്തത്, 1158. ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് 1458. അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ 1830. മെക്കാനിക്കൽ 2745. സിവിൽ 4877. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് 6516. ഇത് ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനിയിപ്പോ സെക്കൻഡ് ഫേസിലോ മറ്റോ ഇതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. പക്ഷെ എന്നാലും നമുക്ക് ഏകദേശം ആ ഒരു എത്ര റാങ്ക് വരെയാണ് നമുക്ക് ഫസ്റ്റ് ഫേസിൽ CET-യിൽ വന്നിട്ടുള്ളതെന്നുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി ഇത് കൂടാതെ നമുക്ക് ആ ഒരു ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ ഓരോ ബ്രാഞ്ച് വൈസ് എത്ര റാങ്ക് വരെയാണ് ഇപ്പൊ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് വന്നതെന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ആ ഒരു റാങ്കിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാം, നമുക്ക് ട്രെൻഡ് മനസ്സിലാവും, നമ്മുടെ സാധ്യതകൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ആ വീഡിയോ എല്ലാവരും കാണുക. ആ വീഡിയോ കണ്ടതിന് ശേഷം വേണം നിങ്ങൾ ഇനി സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും, അതല്ല വേണ്ടാത്ത ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാനും, അതല്ല ഫസ്റ്റ് ഫേസിൽ കിട്ടിയത് തന്നെ മതി എന്നുള്ള ഒരു തീരുമാനം എടുക്കാനും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യണം. അപ്പൊ ആ ഒരു ഡിസിഷൻ ഒക്കെ എടുക്കാൻ ആ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. താങ്ക് യു.